ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 34 അധ്യായം 2 വചനത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ്: കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് വേണ്ടി നമ്മൾ ഏറ്റവും അടുത്ത് ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ എപ്പോഴും ദൈവത്തിൽ മാത്രം അഭിമാനം കൊണ്ടവളാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ മംഗളവാർത്ത ദിനം തൊട്ട് മുന്നോട്ട് കടന്നു പോകുന്ന നമ്മൾ ഓരോ ദിനങ്ങളും നോക്കുമ്പോൾ ഈ ലോകത്ത് അമ്മയ്ക്ക് ലോകദൃഷ്ടിയിൽ അഭിമാനിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്വർഗരാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ നമ്മൾ നോക്കി കാണുമ്പോൾ സ്വർഗത്തെ നോക്കി അഭിമാനിച്ചവളാണ് പരിശുദ്ധ അമ്മ. പുത്രന്റെ ജീവിതത്തെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് തൻ്റെ ജീവിതം മുഴുവൻ നൽകി പുത്രനോടൊപ്പമായിരുന്ന പരിശുദ്ധ അമ്മ സ്വർഗത്തിന്റെ രാജ്ഞിയാണ്. സ്വർഗം മുഴുവൻ പരിശുദ്ധ അമ്മയോട് അഭിമാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് തലങ്ങളിലും നമ്മൾ സ്വർഗത്തെ നോക്കി അഭിമാനിച്ചു തുടങ്ങുമ്പോൾ നമ്മളെ നോക്കി സ്വർഗം അഭിമാനിക്കുന്ന ഒരു ദിനമുണ്ടാകും. നീ എൻ്റെ പ്രിയപുത്രിയാണ് എന്ന കർത്താവ് നമ്മളോട് പറയുമ്പോൾ ആ വലിയ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാകുവാൻ സ്വർഗത്തെ നോക്കി നമുക്ക് അഭിമാനിച്ചുകൊണ്ട് ജീവിത ക്ലേശങ്ങളിൽ, പീഡനങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. കർത്താവ് വചനം നമ്മോട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്കായി സ്ഥലമൊരുക്കാനാണ് ഞാൻ സ്വർഗത്തിലേക്ക്, പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നത് എന്ന്. സ്വർഗത്തിന്റെ വാസസ്ഥലത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന കർത്താവിനെ നോക്കി അഭിമാനിച്ചുകൊണ്ട് ഇന്നത്തെ പീഡനങ്ങളും ക്ലേശങ്ങളും സഹിച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും സ്വർഗജീവിതത്തിന് തയ്യാറാകാം.